ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കേബേജ് ഉപ്പേരി. ഇതിലേക്ക് നമുക്ക് കടുകും വേണ്ട, തേങ്ങയും വേണ്ട, വളരെ സ്വാദിഷ്ടമായ കേബേജ് ഉപ്പേരി നമുക്ക് തയ്യാറാക്കാം. അതിനായി നമുക്ക് 250 ഗ്രാം കേബേജ് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇത് നമുക്ക് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. കണ്ടില്ലേ, വളരെ കനം കുറഞ്ഞിട്ടാണ് ഇതിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അത് ചൂടാക്കാൻ വെക്കാം. ഇത് ചൂടായാൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 8 പച്ചമുളക് നടുകീറിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല മൂത്ത് കഴിഞ്ഞിരിക്കും. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കഴുകി അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ കേബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കേബേജ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്ന വിധത്തിൽ വേണം നമുക്കിത് ഇളക്കി കൊടുക്കാൻ. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കാനായി വീണ്ടും നമുക്കിതൊന്ന് 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നേരം നമുക്ക് വേവിക്കാം. ഇനി 3 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ കേബേജ് ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. കണ്ടോ, വളരെ സ്വാദിഷ്ടമായ കേബേജ് ഉപ്പേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കടുക് ഇഷ്ടമില്ലാത്തവർക്കും തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.